ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്ന് വളരെ ഉപകാരപ്പെടുന്നൊരു ടിപ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ബേക്കിങ്ങിനൊക്കെ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ബട്ടർ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് A4 ഷീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റ് പേപ്പർ കൊണ്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ വീടുകളിലും കുട്ടികൾ പഠിക്കുന്ന വീടുകളിലാണെങ്കിൽ പ്രത്യേകിച്ച് A4 ഷീറ്റ് കിട്ടാൻ ഒരു പണിയില്ലല്ലേ, എല്ലാവരുടെ അടുത്തും എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ 2 A4 ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിന്മേൽ തേക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും മാത്രമാണ് നമുക്കിതിന് വേണ്ടത്. നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും ഈ ഓയിൽ എടുത്തിട്ട് നമുക്ക് ഈ A4 ഷീറ്റുമ്പോൾ നല്ലോണം തേച്ച് കൊടുക്കണം. സാധാ കോക്കനട്ട് ഓയിൽ എടുക്കരുത് കേട്ടോ, ഫ്ലേവറുള്ള ഓയിൽ എടുക്കരുത്. അപ്പോൾ ആ ബട്ടർ പേപ്പറിന് അതിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ അത് നമ്മൾ ബേക്ക് ചെയ്യുന്ന ഐറ്റത്തിനും കൂടി ആ സ്മെല്ല് ബാധിക്കും. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഒക്കെ നമുക്കിതിന് വേണ്ടി എടുക്കാം. ഇത് ഫുള്ളായിട്ടും പേപ്പറുമ്പോൾ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക. ഒരു വൈറ്റ് പാർട്ട് കാണാത്ത വിധത്തിൽ ഫുള്ള്. അപ്പോൾ ഇങ്ങനെ തേക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൽ. ഇപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എന്നാലും ഇടയ്ക്ക് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ എയർ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ പോയിട്ട് ഫുള്ളായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇനി A4 ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ നോട്ട്ബുക്കിൻ്റെ പേപ്പർ വേണമെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ, വരയില്ലാത്ത നോട്ട്ബുക്കിൻ്റെ പേപ്പർ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലുള്ള ഓയിലൊക്കെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ അങ്ങോട്ട് പോരും. ഞാൻ ഈ ഒരു സിസ്റ്റം ഇതിൻ്റെ മുന്നേ തന്നെ യൂട്യൂബിൽ കണ്ടിരുന്നു കേട്ടോ, പക്ഷേ എനിക്കത് സക്സസ് ആവുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത് ചെയ്ത് നോക്കി സക്സസ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് വിശ്വസിച്ച് തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ബട്ടർ പേപ്പർ കിട്ടും. ഇപ്പോൾ ഇതിനുള്ള എക്സ്ട്രാ ഓയിലൊക്കെ ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റ് ഉണ്ടല്ലോ, 2 ഷീറ്റ് ഒരുമിച്ച് നമ്മൾ പിടിച്ചിട്ടുള്ളത് അല്ലേ, അത് അങ്ങോട്ട് തന്നെ ഒരുമിച്ച് തന്നെ പിടിച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലുള്ള ഓയിലും കൂടി ഇതേപോലെ തുടച്ച് കളയണം. ഇപ്പോൾ എല്ലാം തുടച്ച് കളഞ്ഞു. ഇനി ഞാൻ ഈ 2 ഷീറ്റും ഒന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേർപ്പെടുത്തിയെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മളെ ബട്ടർ പേപ്പർ ഇവിടെ റെഡിയായി. ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ചിലരൊക്കെ പറഞ്ഞു ബട്ടർ പേപ്പർ കിട്ടണില്ല, കടയിലൊന്നും അവൈലബിൾ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാനുള്ള കാരണം. സക്സസ് ആയി എന്നുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ റെഡിയായി. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മുറിച്ചെടുത്തിട്ട് ബേക്കിംഗ് ടിന്നിൻ്റെ അടിയിലോ ട്രെയിലോ ഒക്കെ വെക്കാം. കേക്ക് ഈ ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേക്ക് ഒരു കാരണവശാലും ആ ടിന്നിൽ ഒട്ടി പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡിമോൾഡ് ചെയ്യാൻ പറ്റും. ഈ പേപ്പർ ഇട്ടിട്ട് ഞാനൊരു കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ കാണിക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരും.